ഗുഡ് മോർണിംഗ് ഓൾ. PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അനുഷാർ പെരുന്നാഗപ്പള്ളി. ഇപ്പൊ നമ്മൾ ഇന്നു മുതൽ പുതിയൊരു സീരീസ് ആരംഭിക്കുകയാണ്, ഗുഡ് മോർണിംഗ് വിത്ത് PYQ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു പാക്കേജ് ആണ് നമ്മൾ ഇതിലൂടെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം എല്ലാവരും എല്ലാ ദിവസവും ക്ലാസ് കാണുക, കൃത്യമായി കാണുക. നമ്മളിവിടെ കുറച്ച് ചോദ്യങ്ങൾ തരും. ആ ചോദ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് അറിയാത്ത ചോദ്യം എന്തെങ്കിലും ഉണ്ട്, ആൻസേഴ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വർക്ക് ഡയറിക്കകത്ത് മെൻഷൻ ചെയ്തു പോകുക. ബാക്കി ചോദ്യങ്ങൾ പഠിക്കുക. ഇന്ന് തരുന്ന ചോദ്യങ്ങൾ ഇന്ന് തന്നെ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമുക്ക് നേരെ ആ ഒരു പാക്കേജിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഒരു ന്യൂജൻ ചോദ്യമാണ് അല്ലെ. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽഫോൺസ ഡി അൽബുക്കർക്കാണ്. ഓപ്ഷൻ ബി, ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്സ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഫ്രാൻസ് ആണ്. ഓപ്ഷൻ സി, വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ എത്തിയത് 1498 മെയ് 20-നാണ്. ഓപ്ഷൻ ഡി, പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി അൽബുക്കർക്കാണ്. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഈ 4 പ്രസ്താവനകളും പ്രീവിയസ് ഇയർ ചോദ്യമാണെന്ന് ഓർത്തിരിക്കുക. ആദ്യത്തെ ചോദ്യം അല്ലെങ്കിൽ ആദ്യത്തെ പ്രസ്താവന നോക്കി, ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽഫോൺസ ഡി അൽബുക്കർക്കാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽഫോൺസ ഡി അൽബുക്കർക്കാണ്. അപ്പൊ മറ്റൊരു ചോദ്യം വരാം, ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അത് അൽമേഡയാണ്. അൽമേഡ, ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ആദ്യത്തെ വൈസ്രോയി. ഇന്ത്യയിലെ രണ്ടാമത്തെ വൈസ്രോയി ആണ് അൽഫോൺസ ഡി അൽബുക്കർ. അപ്പൊ ഇവര് വൈസ്രോയി ആയിരുന്ന കാലഘട്ടവും പഠിക്കണമല്ലോ. ആദ്യത്തെ വൈസ്രോയി ആയ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയ ഫ്രാൻസിസ്കോ ഡി അൽമേഡ വൈസ്രോയി ആയിരുന്ന കാലഘട്ടം 1505 മുതൽ 1509 വരെയാണ്. അങ്ങനെയാണെങ്കിൽ അൽബുക്കർക്കോ 1509 മുതൽ 1515 വരെയാണ് അൽഫോൺസ ഡി അൽബുക്കർക്ക് ഇന്ത്യൻ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന കാലഘട്ടം. അപ്പൊ നമ്മൾ 3 പ്രസ്താവനകൾ പഠിച്ചു. ഈ 3 പ്രസ്താവനയും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കാം. ഇനി രണ്ടാമത്തെ പ്രസ്താവനയിലേക്ക് നോക്കൂ. ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്സ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഫ്രാൻസ് ആണ്. ഓർക്ക, കാർട്സ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണോ? അല്ല, പോർച്ചുഗീസ് ആണെന്ന് ഓർത്തിരുന്നോണം. പോർച്ചുഗീസ്. അപ്പം ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്സ് വ്യവസ്ഥ നടപ്പിലാക്കിയ രാജ്യം, പാശ്ചാത്യ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസ് ആണ്. അപ്പൊ നമ്മൾ കാർട്സ് എന്ന് പറയുമ്പോൾ പാസ് എന്ന് ഓർത്തിരിക്കുക. എന്താണ് കാർട്സ് വ്യവസ്ഥ എന്നൊക്കെ നമ്മൾ പഠിക്കും. ഇപ്പൊ ഓർത്തിരുന്നോണം, ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്സ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം പോർച്ചുഗീസ് ആണ്. അടുത്ത ചോദ്യം നോക്കിയേ. അടുത്ത പ്രസ്താവന, വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ എത്തിയത് 1498 മെയ് 20-നാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാ. വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ എത്തിയത് ഏത് വർഷമാണ്? 1498 മെയ് 20-നാണ്. 1498 മെയ് 20. അടുത്ത പ്രസ്താവന, പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി അൽബുക്കർക്കാണ്. അപ്പം 2 പ്രസ്താവന ഇതിനകത്ത് തന്നെ പഠിക്കുക. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയും പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയും ആരാണ്? അൽബുക്കർക്കാണ്. അപ്പൊ 4ാമത്തെ പ്രസ്താവനയും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന എന്താണ്? ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്സ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഫ്രാൻസ് അല്ല, പോർച്ചുഗീസ് ആണ്. അങ്ങനെയെങ്കിൽ എന്താണ് കാർട്സ് എന്ന് പറയുന്നത്? കാർട്ടസ് വ്യവസ്ഥ. എന്താണ് കാർട്ടസ് വ്യവസ്ഥ? ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസിനെ അറിയപ്പെടുന്ന പേരാണ് കാർട്ടസ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഏഷ്യൻ രാജ്യങ്ങൾക്ക് വ്യാപാരം നടത്തണമെങ്കിൽ എന്ത് നൽകണം? കരം നൽകി ഈ ഒരു പാസ് കിട്ടണം. അപ്പം അതാണ് ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് പോർച്ചുഗീസുകാർക്ക് ഒരു നിശ്ചിത സംഖ്യ നൽകി, കരം നൽകി കാർട്ടസ് സ്വന്തമാക്കണമായിരുന്നു. അപ്പം കാർട്ടസ് വ്യവസ്ഥ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി കാർട്ടസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 കപ്പലിന്റെ വലുപ്പം, 2ാമത്തത് കപ്പിത്താന്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ, 3 ചരക്കിന്റെ വിവരങ്ങൾ, 4 ഈ കപ്പൽ എത്തിച്ചേരുന്ന തുറമുഖം. ഇത്രയും കാര്യങ്ങളാണ് കാർട്ടസിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കേണ്ട വിവരങ്ങൾ. അപ്പം എന്താണ് കാർട്ടസ് വ്യവസ്ഥ?
അതേപോലെ തന്നെ ആദ്യത്തെ വൈസ്രോയി ആരാണ്, രണ്ടാമത്തെ വൈസ്രോയി ആരാണെന്നൊക്കെ പഠിച്ചു. ഇനി ഇത് പഠിച്ച കൂട്ടത്തിൽ നമുക്ക് അൽബുക്കർക്കിനെ പറ്റി കൂടുതൽ പഠിക്കണം. ഒന്നാമത്തെ പ്രസ്താവന, ഒരു 10 പ്രസ്താവന നമ്മൾ ഇവിടെ പറയും. ഈ 10 പ്രസ്താവനയും പഠിച്ചിരിക്കണം അൽബുക്കർക്കിനെ പറ്റി. ഒന്നാമത്തെ പ്രസ്താവന പറയാണ്, ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽഫോൺസ ഡി അൽബുക്കർക്കാണ്. ഏത് വർഷം? 1509 മുതൽ 1515 വരെ. ഇനി രണ്ടാമത്തെ പ്രസ്താവന പറയാണ്, ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെട്ടിരുന്നത് ആരാണ്? അത് അൽബുക്കർക്കാണ്. മൂന്നാമത്തെ പ്രസ്താവന പഠിച്ചല്ലോ. ഇനി നാലാമത്തെ പ്രസ്താവന, ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? അത് അൽബുക്കർക്കാണ്. നാലാമത്തത് മിശ്ര കോളനി വ്യവസ്ഥ. എന്താണ് മിശ്ര കോളനി വ്യവസ്ഥ? ഇന്ത്യക്കാരും പോർച്ചുഗീസുകാരും തമ്മിലുള്ള വിവാഹത്തെയാണ് മിശ്ര കോളനി വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ മിശ്ര കോളനി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ച വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ അത് അൽബുക്കർക്കാണ് എന്ന് ഓർത്തിരിക്കുക. അതിന്റെ കൂടെ തന്നെ കോഴിക്കോട് നഗരം ആക്രമിച്ച വൈസ്രോയി ആരാണ്? പോർച്ചുഗീസ് വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ അത് അൽബുക്കർക്കാണ്. അപ്പൊ ഏതൊക്കെ പഠിച്ചു? ഒന്ന്, ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി 1509 മുതൽ 1515 വരെ. അടുത്തത് പറഞ്ഞ എന്തായിരുന്നു? സാമ്രാജ്യത്തിന്റെ ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെട്ടിരുന്നത് അൽബുക്കർക്കാണ്. കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അൽബുക്കർക്കാണ്. മിശ്ര കോളനി വ്യവസ്ഥ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ അത് അൽബുക്കർക്കാണ്. കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ അതും അൽബുക്കർക്കാണ്. അങ്ങനെയെങ്കിൽ മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരി അല്ലെങ്കിൽ പോർച്ചുഗീസ് വൈസ്രോയി ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ഇയർ ചോദ്യമാണ്. മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അതും അൽബുക്കർക്കാണ്. അതേപോലെ തന്നെ മലാക്കയും ഹോർമൂസും കീഴടക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ അതും അൽബുക്കർക്കാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത പ്രസ്താവന, ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വ്യക്തി പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ പോർച്ചുഗീസ് വൈസ്രോയി അതും ആരാണ്? അൽബുക്കർക്ക്. അപ്പൊ നമ്മൾ 10 പ്രസ്താവനകൾ പഠിച്ചു. ഒന്ന്, ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക് 1509 മുതൽ 1515 വരെ. രണ്ടാമത്തത് പഠിച്ചത് എന്താണ്? ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെട്ടിരുന്നത്, കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയത്, മിശ്ര കോളനി വ്യവസ്ഥ അല്ലെങ്കിൽ മിശ്ര കോളനി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ച വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ അത് അൽബുക്കർക്കാണ്. കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കാണ്. അതേപോലെ തന്നെ മാനുവൽ കോട്ട പിടിച്ചെടുത്തത്, മലാക്കയും ഹോർമൂസും പിടിച്ചെടുത്തത്. അതേപോലെ തന്നെ മാനുവൽ കോട്ട സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് അൽബുക്കർക്കാണ്. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കാണ്. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ അതും അൽബുക്കർക്കാണ്. അപ്പൊ ഈ 10 പ്രസ്താവനകൾ ഓർത്തിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്തത് വാസ്കോഡഗാമയെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു വാസ്കോഡഗാമ ആദ്യമായി ഇന്ത്യയിൽ എത്തിയത് 1498 മെയ് 20-നാണെന്ന് പറഞ്ഞു. അപ്പം കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആരാണ്? വാസ്കോഡഗാമയാണ്. ആദ്യം ഇന്ത്യയിൽ എത്തിയ വർഷം നമ്മൾ പഠിച്ചു. വാസ്കോഡഗാമ സഞ്ചരിച്ച കപ്പലിന്റെ പേര് സെന്റ് ഗബ്രിയേൽ എന്നാണ്. സെന്റ് ഗബ്രിയേൽ. വാസ്കോഡഗാമ രണ്ടാമതായി ഇന്ത്യയിൽ എത്തിയത് 1502-നാണ്. വാസ്കോഡഗാമ മൂന്നാമതായും അവസാനമായും ഇന്ത്യയിലെത്തിയത് 1524-നാണ്. അപ്പം 3 വട്ടമാണ് വാസ്കോഡഗാമ ഇന്ത്യയിലെത്തിയത്. ആദ്യമായി ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ വാസ്കോഡഗാമ ആദ്യം ഇന്ത്യയിലെത്തിയത് 1498 മെയ് 20. കപ്പലിന്റെ പേര് സെന്റ് ഗബ്രിയേൽ. രണ്ടാമതെത്തിയത് 1502. മൂന്നാമതും അവസാനമായി എത്തിയത് 1524. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കുക. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്ത ഒരു ചോദ്യം, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം. ഭൂവൽക്കത്തില് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണെന്നാണ്. ഓപ്ഷൻ എ നൈട്രജൻ, ഓപ്ഷൻ ബി ഹൈഡ്രജൻ, ഓപ്ഷൻ സി ഓക്സിജൻ, ഓപ്ഷൻ ഡി ഹീലിയം. പഠിക്കാൻ എളുപ്പമാണ്. ബോഫൻ എന്ന് ഓർത്തിരുന്ന കുറച്ചെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റും. ബോഫൻ ഇങ്ങനെ ഓർത്താൽ മതി. അപ്പം
ഭൂമി പറയുകയാണെങ്കിൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ ആണ് എന്ന് ഓർത്തിരിക്കുക. ഭൂമി ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ ആണ്. അങ്ങനെയെങ്കിൽ പ്രപഞ്ചം ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ഹൈഡ്രജൻ ആണ് എന്ന് ഓർത്തിരിക്കുക. 3 അന്തരീക്ഷം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? നൈട്രജൻ ആണെന്ന് ഓർത്തിരിക്കുക. പഠിച്ചല്ലോ. ഭൂമിയാണെങ്കിൽ ഓക്സിജൻ, പ്രപഞ്ചമാണെങ്കിൽ ഹൈഡ്രജൻ, അന്തരീക്ഷമാണെങ്കിൽ നൈട്രജൻ. അപ്പൊ 3 പഠിച്ചു. ഭൂമി ഓക്സിജൻ, പ്രപഞ്ചം ഹൈഡ്രജൻ, അന്തരീക്ഷം നൈട്രജൻ. അപ്പൊ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓപ്ഷൻ സി ഓക്സിജൻ ആണ്. ഭൂമിയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഓക്സിജൻ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ ആണെന്ന് പഠിച്ചിരിക്കുക. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് സിലിക്കൺ ആണ്. അപ്പൊ ബോഹൻ വെച്ചുകൊണ്ട് നമ്മൾ പഠിച്ചു. ഭൂമി ഓക്സിജൻ, പ്രപഞ്ചം ഹൈഡ്രജൻ, അന്തരീക്ഷം നൈട്രജൻ. അത് നിങ്ങൾ പഠിച്ചു. ഇനി ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഏതാണ്? സിലിക്കൺ ആണെന്ന് ഓർത്തിരിക്കുക. അന്തരീക്ഷ വായുവിൽ ഏറ്റവും അടങ്ങിയിട്ടുള്ള മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചതാണ് AN. അന്തരീക്ഷം നൈട്രജൻ ആണ്. അന്തരീക്ഷം നൈട്രജൻ. പ്രപഞ്ചത്തിന്റെ മൊത്തം ദ്രവ്യത്തിന്റെ 3/4 ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ. അത് നമ്മൾ പഠിച്ചു. പ്രപഞ്ചം PH, പ്രപഞ്ചം ഹൈഡ്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ ഹീലിയം. ഇവിടെ നമ്മൾ പഠിച്ചു ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം സിലിക്കൺ. അങ്ങനെയെങ്കിൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഹീലിയം ആണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ ലോഹം ഏതാണ്? അലൂമിനിയം ആണ്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇരുമ്പാണ്. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലൂമിനിയം, ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പ്. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വർക്കൗട്ട് ബാച്ചിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാണ്. ആദ്യം നമ്മൾ മോർണിംഗ് വിത്ത് PYQ, ഗുഡ് മോർണിംഗ് വിത്ത് PYQ വീഡിയോ ക്ലാസ് ഉൾപ്പെടെ PDF നോട്ട്സ് ഉൾപ്പെടെ നമ്മൾ തരും. അത് പഠിച്ചിരിക്കുക. അടുത്ത വീഡിയോ ക്ലാസ്സസ്, മൈക്രോ PDF നോട്ട്സ്, കറണ്ട് അഫേഴ്സ്. ദെൻ ഇത് ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും കൃത്യം 9 മണിക്ക് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ, കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ പോൾ വർക്കൗട്ട് എക്സാം നടത്തും. ആ വർക്കൗട്ട് എക്സാം കൂടി അറ്റൻഡ് ചെയ്യുക. ഇനി മുതൽ ഓർക്കാം, ഗുഡ് മോർണിംഗ് വിത്ത് PYQ നിന്നും ചോദ്യം കാണും. അപ്പം എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. മോർണിംഗ് വിത്ത് PYQ, വീഡിയോ ക്ലാസ്സസ്, മൈക്രോ PDF നോട്ട്സ്, കറണ്ട് അഫേഴ്സ്, ഡെയിലി CA അല്ലെങ്കിൽ ഡെയിലി പോൾ വർക്കൗട്ട് എക്സാം. അതിനകത്ത് CA മാത്രമല്ല, നമ്മൾ തരുന്ന ഓരോ ദിവസവും തരുന്ന വിഷയങ്ങൾ സയൻസ്, പിന്നെ കേരള ഭൂമിശാസ്ത്രമാണെങ്കിൽ കേരള ഭൂമിശാസ്ത്രം, കേരള ചരിത്രം, അതേപോലെ ഏത് വിഷയമാണോ നമ്മൾ തരുന്നത് അതുൾപ്പെടെയുള്ള എല്ലാ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോൾ വർക്കൗട്ട് എക്സാം കാണും. അത് കൃത്യം 9 മണിക്ക് അറ്റൻഡ് ചെയ്യുക. ഇനി നമ്മുടെ വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇടുക. നിങ്ങൾക്ക് ഏത് വർക്കൗട്ട് ബാച്ചിലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യം എന്ന് വെച്ചാൽ ആ വർക്കൗട്ട് ബാച്ചിന്റെ പേര്, നിങ്ങളുടെ പേര്, കൂടാതെ ആ വിവരങ്ങൾ ഈ ഒരു നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ച ആണെന്ന് ചോർച്ച സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ആരാണ്? ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ച സിദ്ധാന്തം. ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല. ചോർച്ച സിദ്ധാന്തം എന്ന് കേൾക്കുമ്പോഴേ ഓർത്തിരിക്കുക ആരാണ്? ദാദാഭായ് നവറോജി ആണ്. ചോർച്ച സിദ്ധാന്തം ദാദാഭായ് നവറോജി. ചോർച്ച സിദ്ധാന്തം ആരാണ്? ദാദാഭായ് നവറോജി ആണ്. എന്താണ് ചോർച്ച സിദ്ധാന്തം എന്ന് പറയുന്നത്? ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചുവെന്നും പ്രതിപാദിക്കുന്ന ഒരു സിദ്ധാന്തമാണ് ചോർച്ച സിദ്ധാന്തം. ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തി ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇത് പ്രീവിയസ് ഇയർ ചോദ്യത്തിൽ വന്നിട്ടുള്ളതാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, ഡ്രെയിൻ ഓഫ് വെൽത്ത്, ദി വാൻസ് ആൻഡ് നീഡ്സ് ഓഫ് ഇന്ത്യ, ദ പേഴ്സി റിലീജിയൻ 1861 എന്നിവയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ദാദാഭായ് നവറോജിയുടെ പ്രധാന പുസ്തകം. അതിന്റെ കൂടെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ജയിൽ ജീവിത ചെലവ് സൂചിക പ്രകാരം
ഇന്ത്യയിൽ ആദ്യമായിട്ട് ദാരിദ്ര്യരേഖ കണക്കാക്കിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ദാദാഭായ് നവറോജിയാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞേ? ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തി ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അപ്പൊ അതിനകത്തൊരു ലാലാ ലജ്പത് റായ് എന്നൊരു ചോദ്യം വരാം, ഒരു ഓപ്ഷൻ കാണും എന്തെങ്കിലും ചോദിച്ചുകൊണ്ട്. അപ്പൊ ലാലാ ലജ്പത് റായുമായി ഇതെന്ത് ബന്ധമെന്ന് ചോദിച്ചാൽ ലാലാ ലജ്പത് റായിയുടെ ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ, ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെയാണ്, ആ ഒരു പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ആ ഒരു പ്രസിദ്ധീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദാദാഭായ് നവറോജി ഈ ഒരു ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് എന്ന് ഒന്ന് ഓർത്തിരിക്കുക. അപ്പം ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തി ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ലാലാ ലജ്പത് റായിയുടെ ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന ആ ഒരു പ്രസിദ്ധീകരണത്തിലൂടെയാണ്, ആ ഒരു പ്രസിദ്ധീകരണത്തിനെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഇന്ത്യൻ സാമ്പത്തികത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജി ആണെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യൻ സാമ്പത്തിക സിദ്ധാന്തത്തിന്റെ പിതാവ്, ഇന്ത്യൻ സാമ്പത്തിക സിദ്ധാന്തത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്, അതിന്റെ കൂടെ ലാലാ ലജ്പത് റായിയുടെ ഇംഗ്ലണ്ട്സ് ഡെപ്റ്റ് ടു ഇന്ത്യ എന്ന അതൊന്ന് ഓർത്തിരിക്കുക. അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങൾ, അതിനകത്ത് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരുന്നോളുക. പിന്നെ ദാരിദ്ര്യരേഖ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ദാരിദ്ര്യരേഖ കണക്കാക്കിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതും ആരാണ്? ദാദാഭായ് നവറോജി ആണ് എന്ന് ഓർത്തിരിക്കാം. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ചോർച്ചാ സിദ്ധാന്തം അദ്ദേഹം ആവിഷ്കരിച്ച, അല്ലെങ്കിൽ ഇന്ത്യൻ സാമ്പത്തികത്തിന്റെ ചോർച്ചയ്ക്കുള്ള അടിസ്ഥാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഉള്ള ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് ശമ്പളം നൽകൽ, ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം നൽകൽ, അതേപോലെ തന്നെ നമ്മുടെ കമ്പോളങ്ങളിലുള്ള വസ്തുക്കൾ, അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ അത് വലിയ വിലയ്ക്ക് വിൽക്കുന്നു. അതെല്ലാമാണ് ഈ ചോർച്ചാ സിദ്ധാന്തത്തിന്റെ കാരണങ്ങൾ. അതൊക്കെ ഒന്ന് ഓർത്തിരുന്നോളുക. അപ്പൊ ഇപ്പം ഓർക്കേണ്ട കാര്യം, ജയിൽ ജീവിത സൂചിക പ്രകാരം ഇന്ത്യയിൽ ആദ്യമായിട്ട് ദാരിദ്ര്യരേഖ കണക്കാക്കിയ വ്യക്തി, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്, ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്, ഇവയെല്ലാം ആരാണ്? ദാദാഭായ് നവറോജി ആണെന്ന് ഓർത്തിരുന്നോളുക. അപ്പം ചോദിച്ചിട്ടുള്ളതാണ് ഈ ദാദാഭായ് നവറോജിയുടെ പ്രധാന പുസ്തകങ്ങൾ പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ 2022-23 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുടെ പുസ്തകം ഏത്? പ്രീവിയസ് ഇയർ ചോദ്യമാണ്. അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? ഓപ്ഷൻ 1 കേന്ദ്രത്തിൽ ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തു, 2 പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി, 3 ഇന്ത്യക്ക് ഡൊമീനിയൻ പദവി അനുവദിച്ചു, 4 ഭരണ വിഷയങ്ങളെ ഫെഡറലിസ്റ്റ്, പ്രൊവിഷണലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ 3ആയി തിരിച്ചു. അപ്പൊ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം എന്നാണ് നമ്മളോടുള്ള ചോദ്യം. ഒന്നാമത്തത് കേന്ദ്രത്തിൽ ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ? 1935 അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935, നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് 1935. ഈ രണ്ട് കാര്യങ്ങളും ഓർത്തിരിക്കാം. അപ്പം ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്നാമത്തത് കേന്ദ്രത്തിൽ ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തു. കേന്ദ്രത്തിൽ ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തു. അപ്പൊ ഒന്നാമത്തത് ശരിയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കേന്ദ്രത്തിൽ ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തു. ഇനി രണ്ടാമത്തെ നോക്കി, പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ല, 1929 ലാഹോറിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത്. അപ്പം ഇതും പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത്? 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലാണ്. നമ്മൾ കോൺഗ്രസ് സമ്മേളനങ്ങളെ പറ്റി പഠിക്കും. അപ്പൊ ഇത് അതിന്റെ കൂടെ ഒന്ന് ഓർത്തിരിക്കുക. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത്. അടുത്ത മൂന്നാമത്തെ നോക്കി, ഇന്ത്യക്ക് ഡൊമീനിയൻ പദവി അനുവദിച്ചത്.
ഇന്ത്യക്ക് ഡൊമീനിയൻ പദവി അനുവദിച്ചത് എപ്പോഴാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വഴിയല്ല, ഓഗസ്റ്റ് ഓഫർ വഴിയാണ്. അതിനെപ്പറ്റി നമ്മൾ പറയും. അപ്പൊ ഇന്ത്യക്ക് ഡൊമീനിയൻ പദവി അനുവദിച്ചു എന്നതും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി നാലാമത് നോക്കി, ഭരണ വിഷയങ്ങളെ ഫെഡറലിസ്റ്റ്, പ്രൊവിഷണലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ മൂന്നായിട്ട് തിരിച്ചു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? കേന്ദ്രത്തിൽ ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തു. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വ്യവസ്ഥകളിൽ ഉൾപ്പെടുത്തിയത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, കേന്ദ്രത്തിൽ ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തു. അത് പഠിച്ചോണേ. കേന്ദ്രത്തിലെ ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തു. രണ്ടാമത്തത്, ഭരണ വിഷയങ്ങളെ ഫെഡറലിസ്റ്റ്, പ്രൊവിഷണലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ മൂന്നായിട്ട് തിരിച്ചു. പ്രൊവിഷണൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അതേപോലെ തന്നെ ഫെഡറൽ ലിസ്റ്റ്, ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചു. ഇനി പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭയ്ക്ക് വ്യവസ്ഥ ചെയ്തു. അതും ഇതിന്റെ കൂടെ ഓർത്തിരിക്കുക. പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭയ്ക്ക് വ്യവസ്ഥ ചെയ്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഇനി മറ്റൊന്നുകൂടെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ കോർട്ട് എന്നിവ സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ കോർട്ട് എന്നിവ സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. അപ്പൊ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വഴി വ്യവസ്ഥ ചെയ്തത് ഏതെല്ലാം എന്ന് ചോദിച്ചാൽ, ഒന്ന്, കേന്ദ്രത്തിൽ ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തു. രണ്ടാമത്തത്, പ്രവിശ്യകളിൽ ദ്വിമണ്ഡലത്തിന് വ്യവസ്ഥ ചെയ്തു. മൂന്ന്, RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ കോർട്ട് എന്നിവ സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. നാല്, ഭരണ വിഷയങ്ങളെ ഫെഡറലിസ്റ്റ്, പ്രൊവിഷണലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ മൂന്നായിട്ട് തിരിച്ചു. അപ്പൊ ഈ നാലെണ്ണം വ്യവസ്ഥ ചെയ്തു എന്ന് പഠിച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയത് ഏത് വർഷമാ? 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിനാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. നമ്മൾ പറഞ്ഞ കാര്യമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ കോടതി എന്നിവ സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. എന്നാൽ നമ്മൾ കൊടുക്കാത്തത് പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭയ്ക്ക് വ്യവസ്ഥ ചെയ്തു. അത് ഒന്ന് ഓർത്തിരിക്കാം. അടുത്തത്, ബർമ്മയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ, അത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ബർമ്മയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയ നിയമം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. 1935 നിയമപ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1937 അപ്പം ഭൂരിപക്ഷം നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ആണ്. 1935 ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിയമപ്രകാരം ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1937. ഓർത്തിരുന്നോണെ. 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ മുഖ്യ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ അത് സർ സാമുവൽ ഹോയർ ആണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ മുഖ്യ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 മുഖ്യ ശില്പി ആരാണ്? സർ സാമുവൽ ഹോയർ. ഇനി ഓഗസ്റ്റ് ഓഫർ അനുസരിച്ച് ഇന്ത്യക്ക് പുത്രികാരാജ്യ പദവിയും പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകി. അപ്പൊ എന്താണ് ഓഗസ്റ്റ് ഓഫർ? 1939 രണ്ടാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച് 1939 രണ്ടാം ലോക മഹായുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ ആത്മാർത്ഥമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. ഈ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് 1940 ഓഗസ്റ്റ് 8 ഇത് പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ അത് ലിൻ ലിത്ഗോയ് ആണ് ഇത് പ്രഖ്യാപിച്ച വൈസ്രോയി. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ? എന്താണ് ഓഗസ്റ്റ് ഓഫർ? 1939 രണ്ടാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട യുദ്ധപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്ന് സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തിയ അതിനെയാണ്, ആ ഒരു പ്രഖ്യാപനത്തെയാണ്, ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ തേടുന്നതിന് വേണ്ടി നടത്തിയ പ്രഖ്യാപനമാണ്, ഇന്ത്യയുടെ ആത്മാർത്ഥമായ സഹായങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ആ ഒരു പ്രഖ്യാപനമാണ് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. പ്രഖ്യാപിച്ച വർഷം 1940 ഓഗസ്റ്റ് 8 പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ അത് ലിൻ ലിത്ഗോയ് ആണ്.
അപ്പം ഈ ഓഗസ്റ്റ് ഓഫർ എന്താ ഓഗസ്റ്റ് ഓഫർ നമ്മൾ പഠിച്ചു 1939 വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതങ്ങ് പഠിക്കാൻ വേണ്ടിയാണ്. 1939 രണ്ടാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചു വേണ്ടി അല്ലെങ്കിൽ നേടുന്നതിന് വേണ്ടി നടത്തിയ പ്രഖ്യാപനം ലിൻലിത്കോ 1940 ഓഗസ്റ്റ് 8. ഈ ഓഗസ്റ്റ് ഓഫർ അനുസരിച്ച് ഇന്ത്യക്ക് പൊത്രികാ രാജ്യ പദവിയും പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകിയത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണെന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? ഓർക്ക, PSC ഉത്തര സൂചിക പ്രകാരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അന്ന് PSC ഉത്തര സൂചിക പ്രകാരം 7 ആണ്. ദ്രവ്യത്തിന്റെ എത്ര അവസ്ഥകളാണെന്ന് ചോദിച്ചാൽ 7 അവസ്ഥകളാണ്. PSC ഉത്തര സൂചിക പ്രകാരമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. 7 അവസ്ഥകളല്ല, 7ൽ കൂടുതൽ അവസ്ഥകളുണ്ട്. നമ്മൾ PSC ഉത്തര സൂചിക പ്രകാരം പ്രീവിയസ് ഇയർ ചോദ്യമാണ്, അതിനകത്ത് നൽകിയിരിക്കുന്ന ആൻസർ കീ വെച്ചുകൊണ്ട് 7 ആണ്. അപ്പം എന്താണ് ഈ പദാർത്ഥം അല്ലെങ്കിൽ ദ്രവ്യം എന്ന് പറയുന്നത്? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫുൾ PDF, ദ്രവ്യം മാറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫുൾ PDF നമ്മൾ വർക്കൗട്ട് ബാച്ചിൽ നൽകിയിട്ടുണ്ട്. അപ്പൊ അത് പഠിച്ചോളുക. എന്താണ് ദ്രവ്യം അല്ലെങ്കിൽ പദാർത്ഥം എന്ന് പറയുന്നത്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും പിണ്ഡമുള്ളതുമായ ഏതൊരു വസ്തുവിനെയും പറയുന്ന പേരാണ് ദ്രവ്യം അല്ലെങ്കിൽ പദാർത്ഥം. അങ്ങനെയെങ്കിൽ ദ്രവ്യത്തിന്റെ 7 അവസ്ഥകൾ ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആൻഡ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. അപ്പൊ ഇത്രയുമാണ് ദ്രവ്യത്തിന്റെ 7 അവസ്ഥകൾ. ഇതിനകത്ത് ഒന്നാമത്തത് ഖരമാണ്. നമുക്കറിയാം, ഒരു നിശ്ചിത ആകൃതിയും നിശ്ചിത വ്യാപ്തവും ഉള്ളവയാണ്. തന്മാത്രകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നവയാണ്. തന്മാത്രകൾ അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ തന്മാത്രകളുടെ ആകർഷണ ബന്ധം എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം അറിയാവുന്ന കാര്യമാണ്. അടുത്ത ദ്രാവകം നിശ്ചിത വ്യാപ്തമുള്ളവയും എന്നാൽ നിശ്ചിത ആകൃതി ഇല്ലാത്തവയുമാണ്. ഉദാഹരണം വെള്ളം ഓർത്താൽ മതി. അടുത്ത വാതകം ആകൃതിയോ വ്യാപ്തമോ ഇല്ല അല്ലെ? വാതകത്തിന്, ഗ്യാസിന് ആകൃതിയോ വ്യാപ്തമോ ഇല്ല. തന്മാത്രകൾ വളരെ അകലെ ആയിരിക്കും അല്ലെ? സോളിഡ് ആണെങ്കിൽ, ഖരമാണെങ്കിൽ വളരെ അടുത്തായിരിക്കും, അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നവയാണ് ഖരം. ഇനി ദ്രാവകമാണെങ്കിൽ കുറച്ച് അങ്ങനെ വലിയ അടുപ്പമല്ല. ഗ്യാസ് ആണെങ്കിൽ ഒട്ടും അടുത്തല്ല അല്ലെ? തന്മാത്രകൾ വളരെ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. തന്മാത്രകളുടെ ആകർഷണ ബലം അപ്പോൾ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അപ്പൊ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്, ഇത്രയും പഠിച്ചിരിക്കുക. അടുത്തതാണ് പ്ലാസ്മ. എപ്പോഴും മിക്കവാറും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യമാണ്. പ്ലാസ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2021 മുതൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ടുള്ള എല്ലാ വർഷങ്ങളിലും ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് പ്ലാസ്മ. അപ്പം പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയാണ് ഏത്? പ്ലാസ്മ എന്ന് പറയുന്നത്. അതൊരു ചോദ്യമാണ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥ ഏതാണ്? അതും പ്ലാസ്മയാണ്. ഉയർന്ന താപനിലയിൽ പദാർത്ഥങ്ങൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്ലാസ്മയാണ്. മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ പ്ലാസ്മ. അപ്പൊ ഉദാഹരണമായിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? മിന്നല്, നിയോൺ സെല്ല് എന്നിവയിലെല്ലാം എന്ത് കാണപ്പെടും? പ്ലാസ്മ കാണപ്പെടും. ക്ലിയർ ആയോ? അപ്പൊ പ്ലാസ്മ ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്, പഠിച്ചിരിക്കുക. അടുത്തത് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസോണുകളുടെ ഒരു വാതകത്തെ ബാഹ്യമായ ഒരു പൊട്ടൻഷ്യൽ നിലനിർത്തിക്കൊണ്ട് കെൽവിനിന് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോഴുണ്ടാകുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ. അപ്പൊ ഓർത്തിരിക്കാം, കെൽവിനില് വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഈ ബോസോണൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ PDF വായിക്കാത്തവർ വായിക്കുക കേട്ടോ. അടുത്ത ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ക്ലാസ് കാണാത്തവർ ആ ക്ലാസ് കാണുക. ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്ന് പറയുന്നത് എന്താണ്? താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥ. താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. അടുത്തത് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ഏഴാമത്തെയാണ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയാണ്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്വാർക്ക് ആണ് എന്ന് ഓർത്തിരിക്കുക. അപ്പം വളരെ ഉയർന്ന താപനിലയിൽ ദ്രവ്യത്തിന്റെ അവസ്ഥ അറിയപ്പെടുന്ന പേര് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ എന്നാണ്. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ ആ 7 അവസ്ഥകൾ പഠിച്ചിരിക്കുക. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ സാൽവദോർ ദാലിയുടെ രചന അല്ലാത്തതേത്? തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ സാൽവദോർ ദാലിയുടെ രചന അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്.
Golden Age, the creation of Adam, persistence of memory, melting watches. Previous year ചോദ്യമാണ്. ഇതിനകത്ത് ഉത്തരം പറയാം. The creation of Adam ആണ് സാൽവദോർ ദാലിയുടെ രചന അല്ലാത്തത്. അല്ലാത്തത് ആരാണ്? The creation of Adam. അപ്പം The creation of Adam ആരുടെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മൈക്കലാഞ്ചലോയുടെയാണ് അല്ലെ. മൈക്കലാഞ്ചലോയുടെ പ്രശസ്തമായ ചിത്രമാണ് The creation of Adam. അങ്ങനെയെങ്കിൽ സിംബലിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, സിംബലിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? സാൽവദോർ ദാലിയാണ്. സാൽവദോർ ദാലിയാണ് സിംബലിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ദി ക്രിയേഷൻ ഓഫ് ആദം ആരുടെയാണ്? മൈക്കലാഞ്ചലോയുടെയാണ്. സാൽവദോർ ദാലിയുടെ ജന്മനാട് സ്പെയിനാണ്. സറിയലിസ്റ്റിക് ചിത്രകല അല്ലെങ്കിൽ ചിത്രകലാ രീതിയിൽ പ്രശസ്തനായ ചിത്രകാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സാൽവദോർ ദാലിയാണെന്ന് ഓർത്തിരിക്കാം. സാൽവദോർ ദാലിയുടെ പ്രധാന ചിത്രങ്ങൾ ദ പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി, ദ എലിഫന്റ്സ്, മെറ്റാമോർഫോസിസ് ഓഫ് നാർസിസസ്, a dream caused by the flight of a bee around a primate a second before awakening, Sarwar reflecting elephants, the temptation of Saint Anthony, crest of Saint John of the Cross എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ. അതിന്റെ കൂടെ ഗോൾഡൻ ഏജ് പഠിച്ചിരിക്കുക, പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി ഓർത്തിരിക്കുക, മെൽറ്റിംഗ് വാച്ചസ് ഓർത്തിരിക്കുക. ഇത് ഇത്രയും ആരുടെയാണ്? സാൽവദോർ ദാലിയുടെ രചനയാണ്. അദ്ദേഹത്തിന്റെ അല്ലാത്ത രചനയാണ് ദി ക്രിയേഷൻ ഓഫ് ആദം. അത് ആരുടെയാണ്? മൈക്കലാഞ്ചലോയുടെയാണ്. അതിന്റെ കൂടെ ഓർത്തിരിക്കേണ്ടത് സിംബലിസത്തിന്റെ പിതാവ്, സറിയലിസ്റ്റിക് ചിത്രകലാ രീതിയിൽ പ്രശസ്തനായ ചിത്രകാരൻ, അദ്ദേഹത്തിന്റെ ജന്മനാട് സ്പെയിൻ. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണമാണ് ഓപ്ഷൻ എ പ്രിന്റർ, പ്ലോട്ടർ, സ്കാനർ, ബ്ലൂറേ, DVD. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണം. ഉത്തരം പറയാൻ വരട്ടെ. നമുക്ക് എന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് നോക്കിയിട്ട് ഉത്തരത്തിലേക്ക് വരാം. എന്താണ് ഇൻപുട്ട് എന്ന് പറയുന്നത്? കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന പ്രക്രിയയാണ് ഇൻപുട്ട്. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന പ്രക്രിയ ഇൻപുട്ട്. ഇൻപുട്ട് നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അറിയപ്പെടുന്ന പേര് ഇൻപുട്ട് ഉപകരണം. അപ്പൊ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന പ്രക്രിയയാണ് ഇൻപുട്ട്. അത് നൽകുന്നത് ആരാണ്? ഇൻപുട്ട് ഉപകരണങ്ങളാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? ഈ വിവരങ്ങൾ നൽകി അല്ലെ, ആ വിവരങ്ങൾ നൽകി അതിനകത്തൊരു പ്രോസസ്സിംഗ് ഒക്കെ നടന്നു. ഈ പ്രോസസ്സിങ്ങിന് ശേഷം കമ്പ്യൂട്ടറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ് ഔട്ട്പുട്ട്. ഇൻപുട്ട്, ഔട്ട്പുട്ട്. ഓക്കെ ആണല്ലോ. പ്രോസസ്സിങ്ങിന് ശേഷം കമ്പ്യൂട്ടറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഏതാണ്? ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് ലഭ്യമാക്കുന്ന ഉപകരണങ്ങൾ അറിയപ്പെടുന്ന പേര് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ. അപ്പൊ ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? കീബോർഡ്, മൗസ്, ലൈറ്റ് പെൻ, ജോയിസ്റ്റിക്, ടച്ച് പാഡ്, ഡിജിറ്റൽ ക്യാമറ, ബയോമെട്രിക് സെൻസർ, ബാർകോഡ് റീഡർ. നമ്മൾ എന്തെല്ലാം ഉപയോഗിച്ചാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് അതെല്ലാം എന്താണ്? ഇൻപുട്ട് ആണ്. ഏതെല്ലാം വിവരങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെയാണോ കിട്ടുന്നത് ആ ഉപകരണങ്ങളാണ് എന്ത്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, VDU, പ്രിന്റർ, പ്ലോട്ടർ, സ്പീക്കർ, പ്രൊജക്ടർ, ഹെഡ്ഫോൺ, സൗണ്ട് വീഡിയോ കാർഡ് എന്നിവയെല്ലാം എന്താണ്? ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണം ഏതാണെന്ന് അറിയാലോ. പ്രിന്റർ ഏതാണ്? നമുക്ക് ആ പ്രോസസ്സിന് ശേഷം ലഭിക്കുന്ന ഒരു ഔട്ട്പുട്ട് ആണ് അല്ലെ. അപ്പം പ്രിന്റർ അല്ല. അടുത്ത പ്ലോട്ടർ അല്ല. ബ്ലൂറേ, DVD ആണോ? അല്ല. നമ്മൾ ഔട്ട്പുട്ടിനകത്ത് പഠിച്ചു. അപ്പൊ ഏതാണ്? സ്കാനർ ആണ്. സ്കാൻ വഴി പ്രോസസ് ചെയ്യും. അപ്പൊ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? സ്കാനർ ആണ് എന്ന് ഓർത്തിരിക്കുക. ഓപ്ഷൻ സി സ്കാനർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, വിവരാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? വിവരാവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. ഒന്ന്, വിവരാവകാശ നിയമം പാസ്സാക്കുന്നതിൽ MKSS എന്ന സംഘടന വഹിച്ച പങ്ക് വലുതായിരുന്നു. മൻസൂർ കിസാൻ ശക്തി സംഘടൻ, അതാണ് അതിന്റെ ഫുൾ ഫോം. എന്ന സംഘടന വഹിച്ച പങ്ക് വലുതായിരുന്നു. ഓപ്ഷൻ 2, വിവരാവകാശ നിയമത്തിൽ ഒപ്പിട്ട രാഷ്ട്രപതി ശ്രീ APJ അബ്ദുൽ കലാം ആയിരുന്നു. MKSS സംഘടനയുടെ പ്രവർത്തന മേഖല രാജസ്ഥാൻ ആയിരുന്നു. ഈ നിയമം പാസ്സാക്കിയ വർഷം 2008 ആണ്. ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ ശരിയായ പ്രസ്താവനകൾ ഏതെന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന നോക്കി, വിവരാവകാശ നിയമം പാസ്സാക്കുന്നതിൽ MKSS എന്ന മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടന വഹിച്ച പങ്ക് വലുതായിരുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ.
വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോഴേ നമുക്ക് ഓർമ്മ വരേണ്ട കാര്യമാണ് MKSS. ഇത് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. MKSSമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജസ്ഥാനിൽ പ്രവർത്തിക്കുന്ന സംഘടന ഏത്, അല്ലെങ്കിൽ MKSS രാജസ്ഥാനിൽ പ്രവർത്തിക്കുന്ന സംഘടനയായ MKSS എന്തിനു വേണ്ടിയായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന സംഘടന എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പം വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് MKSS ഇമ്പോർട്ടന്റ് ആണ്. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ പഠിച്ചിരിക്കുക. വിവരാവകാശ നിയമം പാസ്സാക്കുന്നതിൽ MKSS എന്ന സംഘടന വഹിച്ച പങ്ക് വലുതായിരുന്നു. 2. വിവരാവകാശ നിയമത്തിൽ ഒപ്പിട്ട രാഷ്ട്രപതി ശ്രീ APJ അബ്ദുൽ കലാം ആയിരുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ. വിവരാവകാശ നിയമത്തിൽ ഒപ്പിട്ട രാഷ്ട്രപതി ആരാണ്? ശ്രീ APJ അബ്ദുൽ കലാം ആണ്. അടുത്തത് MKSS സംഘടനയുടെ പ്രവർത്തന മേഖല രാജസ്ഥാനായിരുന്നു. ഞാനിപ്പം തന്നെ പറഞ്ഞു. അപ്പൊ അതെന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. MKSS സംഘടനയുടെ പ്രവർത്തന മേഖല എന്താണ്? രാജസ്ഥാനാണ്. അടുത്തത് ഈ നിയമം പാസ്സാക്കിയ വർഷം 2008 ആണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണോ? അല്ല. ഈ നിയമം പാസ്സാക്കിയ വർഷം 2005 ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ് വിവരാവകാശ നിയമം. അതിൽ ഒന്നാമത്തെയാണ് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം താഴെ പറയുന്നവയിൽ ഏതാണ്? വിവരാവകാശ നിയമമാണ്. അപ്പം താഴെ പറയുന്നവയിൽ അങ്ങനെയല്ല, ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്ന് കണ്ടാലേ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? വിവരാവകാശ നിയമമാണ്. രണ്ടാമത്തത് ഇത് നിലവിൽ വന്ന വർഷം, പാസ്സാക്കിയ വർഷം. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് പാസ്സാക്കിയത്? അങ്ങനെ പല രീതിയിൽ ചോദ്യം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ MKSSമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. പല രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഈ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും പ്രീവിയസ് ഇയർ ചോദ്യമാണെന്ന് ഓർത്തിരിക്കുക. അപ്പം ഒന്നുകൂടെ പറയാം. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമം. രണ്ടാമത്തെ പ്രസ്താവന, വിവരാവകാശ നിയമം പാസ്സാക്കിയത് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടന വഹിച്ച പങ്ക് വലുതായിരുന്നു. ഇത് സംഘടനയുടെ പ്രവർത്തന മേഖല രാജസ്ഥാനാണ്. വിവരാവകാശ നിയമത്തിൽ ഒപ്പിട്ട രാഷ്ട്രപതി ശ്രീ APJ അബ്ദുൽ കലാം ആണ്. ഈ നിയമം പാസ്സാക്കിയ വർഷം 2005 ആണ്. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് നമ്മൾ പറഞ്ഞ കാര്യമാണ്. എന്തിനു വേണ്ടിയാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്? അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും വേണ്ടി പാസാക്കിയ നിയമമാണ് വിവരാവകാശ നിയമം. വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി PB സാവന്ത് ആണ്. പഠിച്ചോളുക. വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി ആരാണ്? PB സാവന്ത്. വിവരാവകാശ നിയമം എന്ന ആശയം ഇന്ത്യയിൽ അവതരിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? VP സിംഗ് ആണ്. ഒപ്പിട്ടത് ആരാണ്? APJ അബ്ദുൽ കലാം സാറാണ്. വിവരാവകാശ നിയമം എന്ന ആശയം ഇന്ത്യയിൽ അവതരിപ്പിച്ച വ്യക്തി, ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ VP സിംഗ് ആണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചു? ഒന്ന്, വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി PB സാവന്ത്. വിവരാവകാശ നിയമം എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി VP സിംഗ്. ഒപ്പുവെച്ചത് ആരാണ്? APJ അബ്ദുൽ കലാം സാർ. അടുത്തത്, ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്വീഡൻ ആണ്. ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്സാക്കിയ രാജ്യം സ്വീഡൻ ആണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെട്ടിരുന്ന നിയമം ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട്. ഇതും പ്രീവിയസ് ഇയർ ചോദ്യമാണ് കേട്ടോ. ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഇന്ത്യയിലെ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട്. പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നിയമപരമായി ലഭിച്ച 55ാമത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യ ആണ്. പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നിയമപരമായി ലഭിച്ച 55ാമത്തെ രാജ്യം ഇന്ത്യ ആണ്. അപ്പൊ ഓർത്തിരിക്കേണ്ട കാര്യം, വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇനി വരും ക്ലാസ്സുകളിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഓക്കെ. അപ്പം അടുത്തത്, വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി നമ്മൾ പറഞ്ഞു. വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ ഉണ്ടായിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? അത് മൻമോഹൻ സിംഗ് ആണ്. വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ ഉണ്ടായിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ മൻമോഹൻ സിംഗ്. വിവരാവകാശ നിയമത്തിൽ ബില്ല് ലോകസഭ പാസ്സാക്കിയത് മെയ് 11. വർഷം 2005 തന്നെയാണ്. അതിനൊരു മാറ്റവുമില്ല. ദിവസവും മാസവും ഒന്ന് പഠിച്ചിരിക്കുക. വിവരാവകാശ നിയമത്തിന്റെ ബില്ല് ലോകസഭ പാസ്സാക്കിയത് മെയ് 11.
അങ്ങനെയെങ്കിൽ പാർലമെന്റ് പാസ്സാക്കിയത്, ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് ജൂൺ 15, നിലവിൽ വന്നത് ഒക്ടോബർ 12. 3 കാര്യങ്ങളാണ്. വിവരാവകാശ നിയമത്തിന്റെ ബില്ല് ലോകസഭ പാസ്സാക്കിയത് മെയ് 11, 2005 മെയ് 11. വിവരാവകാശ നിയമത്തിന്റെ ബില്ല് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് 2005. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് 2005 ജൂൺ 15. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. അപ്പം മെയ് 11, ജൂൺ 15, ഒക്ടോബർ 12 ഓർത്തിരുന്നോണേ. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, 2020 ഫെബ്രുവരിയിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം. ഹോൺബിൽ ഫെസ്റ്റിവൽ ഓർത്തിരിക്കുക, ഓപ്ഷൻസ് ഒന്നും വായിക്കുന്നില്ല. ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ചത് 2020 ഫെബ്രുവരിയിൽ ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ചത് ഓപ്ഷൻ ബി ത്രിപുരയാണെന്ന് ഓർത്തിരിക്കുക. ഉത്സവങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന ഉത്സവമാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. ഉത്സവങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്നത് ഹോൺബിൽ ഫെസ്റ്റിവൽ ആണ്. 2000 മുതൽ നാഗാലാൻഡിൽ എല്ലാ വർഷവും ഡിസംബർ ആദ്യ വാരമാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ചു വരുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കിനി വേണ്ടുന്നത് ഇവിടെ മുതലാണ്. 2023 പർപ്പിൾ ഫെസ്റ്റിവലിന്റെ വേദി, 2023 പർപ്പിൾ ഫെസ്റ്റിവൽ വേദി ഏതായിരുന്നു? ഗോവയായിരുന്നു. 2023 പർപ്പിൾ ഫെസ്റ്റിവൽ വേദി ഗോവ. 2023 ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവലിന്റെ വേദി അഹമ്മദാബാദ്. 2022 നടന്ന റൈസിംഗ് സൺ വാട്ടർ ഫെസ്റ്റിവലിന്റെ വേദി മേഘാലയ. റൈസിംഗ് സൺ വാട്ടർ, വാട്ടർ ചോർത്താ മതി, മഴ, മേഘാലയ, അപ്പം വാട്ടർ മേഘാലയ. 2022 ആണ് 7ാമത് അമർ ഭാൽക്കൺ ഫെസ്റ്റിവലിന്റെ വേദി ഏതാണ് ചോദിച്ചാൽ അത് മണിപ്പൂർ. അപ്പം 2023 പർപ്പിൾ ഫെസ്റ്റിവൽ വേദി ഗോവ. അടുത്തത് 2023 ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ അഹമ്മദാബാദ്. 2022 നടന്ന റൈസിംഗ് സൺ വാട്ടർ ഫെസ്റ്റിവലിന്റെ വേദി മേഘാലയ. 7ാമത് അമർ ഫാൽക്കൺ ഫെസ്റ്റിവലിന്റെ വേദി മണിപ്പൂർ. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം, തൈക്കാട് അയ്യയുമായി ബന്ധമില്ലാത്തതേത്? തൈക്കാട് അയ്യാവിന്റെ പ്രധാന ശിഷ്യനായിരുന്നു ശ്രീനാരായണ ഗുരു. തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേര് സുബ്ബരായൻ എന്നായിരുന്നു. ഓപ്ഷൻ സി സമത്വ സമാജം സ്ഥാപിച്ചു. ബന്ധമില്ലാത്തതാണ് ചോദിച്ചത്. തൈക്കാട് അയ്യയുമായി ബന്ധപ്പെട്ട്, നവോത്ഥാന നായകനായ തൈക്കാട് അയ്യയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത അല്ലെങ്കിൽ ബന്ധമില്ലാത്ത പ്രസ്താവന നമുക്കറിയാം ഏതാണ്? സമത്വ സമാജം സ്ഥാപിച്ചു. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണെന്നറിയാം. അപ്പൊ ആരല്ല? തൈക്കാട് അയ്യ അല്ല, ഇത് തെറ്റായിട്ടുള്ള പ്രസ്ഥാനമാണ്. അപ്പൊ തൈക്കാട് അയ്യാവിന്റെ പ്രധാന ശിഷ്യനായിരുന്നു ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു മാത്രമേ ഉള്ളൂ? അല്ല, അയ്യങ്കാളി, അതേപോലെ തന്നെ ചട്ടമ്പി സ്വാമികൾ, സ്വാതി തിരുനാൾ, കേരളവർമ്മ, വലിയകോയി തമ്പുരാൻ എന്നിവരെല്ലാം തൈക്കാട് അയ്യയുടെ പ്രധാനപ്പെട്ട, വെളുത്തേരി കേശവ വൈദ്യർ എന്നിവരെല്ലാം പ്രധാനപ്പെട്ട തൈക്കാട് അയ്യാവിന്റെ പ്രധാനപ്പെട്ട ശിഷ്യരായിരുന്നു എന്ന് ഓർത്തിരിക്കുക. തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേരെന്തായിരുന്നു? സുബ്ബരായൻ എന്നായിരുന്നു. അപ്പൊ തൈക്കാട് അയ്യയുമായി നമുക്ക് ബന്ധപ്പെട്ട് പഠിക്കാം. ആദ്യം സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണെന്ന് ഓർത്തിരിക്കാം. ഗുരുവിന്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്നത്, ഗുരുവിന്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? തൈക്കാട് അയ്യയാണ്. ഗുരുവിന്റെ ഗുരു തൈക്കാട് അയ്യ, യഥാർത്ഥ പേര് സുബ്ബരായൻ. രണ്ടെണ്ണം പഠിച്ചേ. സദാനന്ദ സ്വാമി, ശിവരാജ യോഗി, സൂപ്രണ്ടയ്യ, ഹഠയോഗോപദേഷ്ട എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന വ്യക്തി ആരാണ്? അത് തൈക്കാട് അയ്യയാണ്. സദാനന്ദ സ്വാമി, ശിവരാജ യോഗി, സൂപ്രണ്ടയ്യ, ഹഠയോഗോപദേഷ്ട എന്നിങ്ങനെയൊക്കെ അറിയപ്പെട്ടിരുന്നത് തൈക്കാട് അയ്യ. ഗുരുവിന്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്നത് തൈക്കാട് അയ്യ. ഏതൊരു യോഗിക്കും വിഗ്രഹ പ്രതിഷ്ഠ നടത്താമെന്ന് വാദിച്ച നവോത്ഥാന നായകൻ? ഏതൊരു യോഗിക്കും വിഗ്രഹ പ്രതിഷ്ഠ നടത്താമെന്ന് വാദിച്ച നവോത്ഥാന നായകൻ തൈക്കാട് അയ്യയാണ്. സവർണവർഗം അയ്യാ ഗുരുവിനെ അപഹസിച്ച് വിളിച്ചിരുന്ന പേര് പാണ്ടിപ്പറയൻ എന്നായിരുന്നു. തൈക്കാട് അയ്യയുടെ വനിതാ ശിഷ്യ ആരാണ്? സ്വയം പ്രകാശിനി യോഗിനി അമ്മയാണ്. തൈക്കാട് അയ്യയുടെ വനിതാ ശിഷ്യ സ്വയം പ്രകാശിനി യോഗിനി അമ്മ. ഇനി നമുക്ക് കുറച്ച് ഭോജനങ്ങൾ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്ന്, സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണെന്ന് പറഞ്ഞു. അപ്പൊ സമപന്തി ഭോജനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകുണ്ഠ സ്വാമികൾ. പന്തി ഭോജനം തൈക്കാട് അയ്യ. മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ. പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ. ഒന്ന് സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികൾ, പന്തി ഭോജനം തൈക്കാട് അയ്യ, മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ, പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ. ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഭോജനങ്ങൾ എന്നുള്ള പാർട്ട്. പഠിച്ചു വെച്ചോളുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ തൈക്കാട് അയ്യയുമായി ബന്ധപ്പെട്ട എല്ലാം പഠിച്ചല്ലോ. ഒന്ന് ഗുരുവിന്റെ ഗുരു, അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി,
കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ എന്നിവരെല്ലാം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യരായിരുന്നു. അദ്ദേഹത്തെ അറിയപ്പെടുന്ന മറ്റു പേരുകള് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വനിതാ ശിഷ്യ സ്വയം പ്രകാശിനി യോഗിനി അമ്മ, ഭോജനങ്ങൾ ഓർത്തിരിക്കുക. സമത്പന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ, പന്തി ഭോജനം തൈക്കാടയ്യ, മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ, പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ ആണേ? അപ്പം എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.